അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അത് കേൾക്കുവാനും പകർത്തുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാകുന്ന നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് ബുദ്ധി നൽകുക എന്നുള്ളത്. ഈ ബുദ്ധിയെ പല ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് നമുക്ക് അല്ലാഹു നൽകിയ ബുദ്ധിയെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നല്ല കാര്യത്തിലൂടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നു. ചില ആളുകൾ ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കുന്നു. അത് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പല സന്ദർഭങ്ങളെ കൊണ്ട്, പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള 2-3 പോയിൻ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അർബഅത്തുൻ, 4 കാര്യങ്ങൾ അത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. 4 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുദ്ധി വർദ്ധിക്കുമെന്ന് മഹാനായ ഷാഫിഈ ഇമാം പറയുന്നു. ഒന്നാമത്തെ കാര്യം ഷാഫിഈ ഇമാം പറയുകയാണ്, ഉപകാരമില്ലാത്ത സംസാരം ഒഴിവാക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം കൊണ്ട് പറയുന്ന എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്നവർക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അതുകൊണ്ടൊരു ഉപകാരമുണ്ടാവണം. അങ്ങനെ ഒരു ഉപകാരവും ആർക്കുമില്ലാത്ത സംസാരം നമ്മൾ ഒഴിവാക്കുക. ഉപകാരമില്ലാത്ത സംസാരം ഒഴിവാക്കുക, ഒന്നാമത്തത്. രണ്ടാമത്തത് അസ്സിവാക്കു, പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണല്ലോ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശേഷം, അതുപോലെ വുളൂ എടുക്കുന്നതിൻ്റെ ആദ്യം, അതുപോലെ കിടക്കാൻ പോകുന്ന സമയത്ത്, അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്, പല്ല് തേക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ നമ്മൾ പല്ല് തേക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊരു കാര്യം, മൂന്നാമത് സ്വാലിഹീങ്ങളുമായി സഹവസിക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ മശായിഖന്മാർ, സ്വാലിഹീങ്ങളായ നമ്മുടെ നേതാക്കന്മാർ, സ്വാലിഹീങ്ങളാകുന്ന നമുക്ക് മാതൃകയുള്ള ആളുകളുമായി നമ്മൾ എപ്പോഴും സഹവസിച്ചു കൊണ്ടിരിക്കുക, അവരോടൊരു അടുപ്പമുണ്ടാവുക. ഇത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നാലാമതായി ഷാഫിഈ ഇമാം പറയുന്നു, പണ്ഡിതരുമായി സഹകരിക്കുക. ഇൽമ്, ആ പണ്ഡിതനുമായി നമ്മൾ കൂട്ടുകൂടുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് നന്മകൾ കിട്ടുന്നു, അല്ലെങ്കിൽ നല്ല അറിവുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ അവരുമായി നല്ല കാര്യങ്ങളിലൂടെ നമുക്ക് ഇടപഴകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി പണ്ഡിതന്മാരുമായി സഹകരിച്ചാൽ, സഹവസിച്ചാൽ, അവരുമായി കൂട്ടുകൂടിയാൽ, ഈ 4 കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് ബുദ്ധി വർദ്ധിക്കുമെന്ന് മഹാനായ ഷാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കാര്യങ്ങൾ സുന്നത്ത് കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഉപകാരമില്ലാത്ത സംസാരം ഒഴിവാക്കുക എന്നുള്ളത് സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്, സുന്നത്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി നല്ലതുമായി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും ശീലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.